ദുബായിൽ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്ത കമ്പനിയുടെ ഓഫീസ് ടൈം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ 5:30 വരെയാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ രാവിലെ 7 മണിയാകുമ്പോഴേക്കും ഓഫീസിലെത്തും. ഞാൻ ഓഫീസിലെത്തുന്ന സമയത്ത് ഓഫീസ് ക്ലീൻ ചെയ്യുന്ന ആൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ പുള്ളി നോക്കുമ്പോൾ എനിക്ക് പ്രാന്താണോ എന്നാണ് പുള്ളി ചിന്തിച്ചിരുന്നത്. കാരണം ഇത്രയും കൊച്ചു വെളുപ്പം കാലത്തൊക്കെ ഓഫീസിൽ വരേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിലാണ് പുള്ളി നോക്കിക്കൊണ്ടിരുന്നത്. അവസാനം ഞാൻ ഈ വരുന്ന കാര്യം എൻ്റെ ബോസ് അറിഞ്ഞ്, ഞാൻ സ്ഥിരമായിട്ട് ഇങ്ങനെ നേരത്തെ വരുന്ന എൻ്റെ ബോസ് അറിഞ്ഞപ്പോൾ ഈ മറ്റുള്ള എംപ്ലോയീസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെ പുള്ളി അങ്ങോട്ട് പൊക്കി പറയാൻ തുടങ്ങി. എല്ലാവരും ശ്യാമിനെ കണ്ടുപിടിക്കണം, എന്തൊരു പങ്ക്ച്വലാണ്, എന്തൊരു ഡെഡിക്കേഷൻ ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ കാരണം നമുക്കവിടെ സാലറി ഒന്നും കൂട്ടിത്തരണമെന്നില്ല, പോരാ തന്നെ നല്ല പട്ടിപ്പൊടിയാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയെങ്കിലും പുള്ളി എന്നെക്കുറിച്ച് നല്ലത് പറയട്ടെ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ മിണ്ടാണ്ടിരുന്നു. ഇതൊക്കെ കേട്ട് ഇങ്ങനെ സുഖിച്ചിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുബായിലത്തെ കൊടും ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരത്തെ ഓഫീസിലേക്ക് വന്നിരുന്നത്. പോരാത്തതിന് എൻ്റെ ഓഫീസുള്ളത് ബിസിനസ് ബേയിലായിരുന്നു. ബിസിനസ് ബേ പറഞ്ഞാൽ അറിയാലോ, തൃശ്ശൂർ പൂരത്തിനുള്ള തിരക്കുണ്ടാവും രാവിലെ. പിന്നെ ആണെങ്കിൽ രാവിലെ മെട്രോ കയറുന്നത് കരാമ ADCBന്ന്. അപ്പോൾ ട്രെയിനിൽ കാല് കുത്താൻ സ്ഥലം ഉണ്ടാവാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരത്തെ ഞാൻ ഓഫീസിൽ പോയിരുന്നത്. ഓഫീസിലിരുന്ന് പട്ടിപ്പണി എടുത്തിട്ട് കിട്ടാത്ത അപ്രിസിയേഷനാണ് രാവിലെ നേരത്തെ വന്നപ്പോൾ കിട്ടിയത്. ചില ഓഫീസിലത്തെ HRമാർക്കും മാനേജർമാർക്കൊക്കെ നമ്മൾ എത്ര നേരത്തെ വന്നാലും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്ന് വെച്ചാൽ വൈകുന്നേരം നേരത്തെ പോകരുത്, അതവർക്ക് ഇഷ്ടമല്ല. ഞാൻ ഈ ഓഫീസിൽ വരുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ മെട്രോയിൽ ഇടിയൊക്കെ കൊണ്ട് വയറത്ത് കുളിച്ച് ഓഫീസിൽ വന്നിരുന്നിട്ട് വർക്ക് ചെയ്യണേലും നല്ലത് ഒരു അരമണിക്കൂർ മുമ്പ് വന്ന് ഒരു ചായ ഇട്ട് കുടിച്ച് മൈൻഡ് ഫ്രഷാക്കി വർക്ക് ചെയ്യണതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഓവറായിട്ടുള്ള ആത്മാർത്ഥതയൊക്കെ കാണിച്ചിട്ട് അവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കണ്ട. നമുക്ക് ആവശ്യത്തിനുള്ളത് കാണിച്ചാൽ മതി, അതിനുള്ളത് തന്നെ അവർ റിട്ടേൺ തരുള്ളൂ. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇതുപോലെ ഓവറായിട്ട് ആത്മാർത്ഥത കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക.